എനിക്ക് നല്ല പുളിച്ച തെറി പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. എന്റെ സംസ്കാരം യോജിച്ചതല്ല. ഇവന്മാരൊന്നും എനിക്കൊരു പേടിയില്ല. ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ കുക്കറിൽ വേവിച്ചെന്ന ഭർത്താവിന്റെ കുറ്റസമ്മതം. ഹൈദരാബാദിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കുക്കർ എവിടാണെന്ന് അറിഞ്ഞൂടാ, നിക്കർ എവിടാണെന്ന് അറിഞ്ഞൂടാ. താങ്കളുടെ പേരിൽ ഒരു മാല മോഷ്ടിച്ച കേസുണ്ടല്ലോ. അത് കഴിഞ്ഞ മാസം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച ഒരു കേസുണ്ടല്ലോ. അയ്യോ, അത് കഴിഞ്ഞ ആഴ്ചയിലല്ലയോ? ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ അരയിൽ നിന്നും അരഞ്ഞാണം മോഷ്ടിച്ച കേസും ഉണ്ട് തന്റെ ഇനി ഞാൻ നടന്ന സംഭവം. ഇതെന്തോരാണ് ഇത്? അതെല്ലാം കഴിഞ്ഞതല്ലയോ? ഞാൻ ചോദിക്കട്ടെ, എന്നെ ഇവിടെ 6 മാസം അകത്തിട്ടു. ഇവിടുത്തെ പോലീസ് എന്നെ തല്ലി പെറ്റി അടിച്ചു. ഞാൻ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലോ ഇരിക്കുന്നത്. ഇതെന്ന് നടന്ന കേസാ. അത് കുറിച്ച് വെച്ചിട്ട് അത് വെച്ച് പെരുമാറുവാ. എടി നന്ദി വേണോടി നന്ദി. ഈ കിഴക്കേതിൽ സുന്ദരേശൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും കൂമ്പടഞ്ഞ തെങ്ങ് പോലെ മൂത്ത് നരച്ച് നിന്ന് പോയനെ. അന്ന് നിന്റെ അച്ഛൻ കൃഷ്ണൻ, ഇപ്പോഴും എന്റെ അച്ഛൻ കൃഷ്ണൻ തന്നെയാ. കൃഷ്ണൻ, കാട്ടുവള്ളി കൃഷ്ണൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ചത്താലും മറക്കരുത്. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു, മോളെ രാധാമണി, സുന്ദരേശനെ പോലെ സുന്ദരനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരനെ നിനക്ക് ഇനി കിട്ടില്ല. അയ്യടാ